ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന തീരുവകൾക്ക് പിന്നിലെ കാരണം വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് കാരണമെന്നാണ് വെളിപ്പെടുത്തൽ. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഏതൊരു കരാറിനു മുൻപ് ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ചുവപ്പുവരകൾ മാനിക്കപ്പെടണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് 25% തീരുവയും ഉൾപ്പെട്ടിട്ടുള്ള ഉയർന്ന തീരുവകൾ ഏർപ്പെടുത്തിയതിലെ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കയുമായി ഇന്ത്യ സജീവമായി ചർച്ചയിലാണെന്നും എസ് ജയശങ്കർ വിശദീകരിച്ചു. ഏതൊരു ഒത്തുതീർപ്പും ഇന്ത്യയുടെ താൽപര്യങ്ങൾക്കും നയങ്ങൾക്കും അനുസൃതമായിരിക്കണമെന്നും അദ്ദേഹം അടിവരയിട്ടു. ഈ വ്യാപാര തടസ്സങ്ങൾക്കിടയിലും തീരുവ പ്രശ്നം ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തില്ല എന്ന് എസ് ജയശങ്കർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യ US വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും തടസ്സങ്ങളില്ലാതെ തുടരുന്നുണ്ട് എന്നും വാണിജ്യം പതിവ് പോലെ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജയശങ്കർ പറയുന്നതനുസരിച്ച് നിലവിലുള്ള US തീരുവകൾക്ക് പിന്നിൽ സമവായത്തിന്റെ അഭാവമാണ് കാരണം. നിലവിലെ ചർച്ചകളിൽ ഇന്ത്യ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സ്വതന്ത്ര വ്യാപാര കരാറുകളെക്കുറിച്ചും എസ് ജയശങ്കർ സംസാരിച്ചു. വിതരണ ശൃംഖലയിലെ വെല്ലുവിളികൾ കുറയ്ക്കുന്നതിനും ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും മത്സരാധിഷ്ഠിതമല്ലാത്ത സമ്പദ് വ്യവസ്ഥകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആഗോള നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം സമീപ വർഷങ്ങളിൽ ക്ഷയിച്ചുവെന്നും ഇത് രാജ്യങ്ങൾ വ്യാപാരത്തെ സമീപിക്കുന്ന രീതിയെ മാറ്റിമറിച്ചുവെന്നും വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഉടമസ്ഥാവകാശം, സുരക്ഷ, വിശ്വാസ്യത, പ്രതിരോധ ശേഷി എന്നിവ വ്യാപാര തടസ്സങ്ങൾ രൂപപ്പെടുന്നതിൽ ചെലവിനെ പോലെ തന്നെ നിർണായകമായി മാറിയെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ചില സ്വതന്ത്ര വ്യാപാര കരാറുകൾ ശക്തരായ പ്രാദേശിക എതിരാളികളിൽ നിന്നുള്ള മത്സരം കാരണം വെല്ലുവിളികളിലാണെന്ന് ജയശങ്കർ വിലയിരുത്തിയിരുന്നു. നിലവിലുള്ള വിതരണ ശൃംഖലകളിലെ ചില സ്വതന്ത്ര വ്യാപാര കരാറുകൾ ചൈനയ്ക്ക് അപ്രതീക്ഷിതമായി അവസരങ്ങൾ നൽകിയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നേരിട്ട് മത്സരാധിഷ്ഠിതമല്ലാത്ത സമ്പദ് വ്യവസ്ഥകളുമായി വ്യാപാര കരാറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ജയശങ്കർ പറഞ്ഞു. ഇത് കൂടുതൽ മികച്ച സ്വാതന്ത്ര്യവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ഉൽപാദന മേഖലയിൽ ഇന്ത്യയുടെ പതിറ്റാണ്ടുകൾ വെറുതെ നഷ്ടപ്പെട്ടു പോയെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇതിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നതിന്റെ പേരിൽ ഏർപ്പെടുത്തിയ 25% അധിക തീരുവയും ഉൾപ്പെടുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിന് സഹായമാവുമെന്നാണ് ഇതിന് അവർ പറഞ്ഞ കാരണം. ഇതോടെ വ്യാപാര ബന്ധം വഴിമുട്ടിയിരുന്നു.